When a water body becomes extremely low in nutrient content, then it is called as. ഓപ്ഷൻസിലുള്ളത് ഡിസ്ട്രോഫിക്, ഒലിഗോട്രോഫിക്, മീസോട്രോഫിക് ആൻഡ് യൂട്രോഫിക്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വെൻ എ വാട്ടർ ബോഡി ബിക്കം എക്സ്ട്രീംലി ലോ ഇൻ ന്യൂട്രിയൻ കണ്ടന്റ്, then it is called as ഡിസ്ട്രോഫിക്, ഒലിഗോട്രോഫിക്, മീസോട്രോഫിക് ആൻഡ് യൂട്രോഫിക് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെ ഓപ്ഷൻസ് കമൻറ്റ് ചെയ്യുക എന്താണ് ആൻസർ എന്നുള്ളത്. ജൂൺ 2024 എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എൻവിറോൺമെൻറ്റ് എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ന്യൂട്രിയൻ ലെവൽസ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ന്യൂട്രിയൻ ലെവൽസ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയുടെ ന്യൂട്രിയൻസ് ലെവൽസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം എന്നുള്ളത്, അതിൻ്റെ ന്യൂട്രിയൻസ് ലെവൽ എന്നുള്ളത്. ആദ്യത്തെ ഒരു ടൈപ്പാണ് ഒലിഗോട്രോഫിക്. ഫസ്റ്റത്തെ ഒരു ടൈപ്പ് ന്യൂട്രിയൻസ് ലെവൽ എന്ന് പറയുന്നത് ഒലിഗോട്രോഫിക് വാട്ടർ ബോഡി എന്നുള്ളതാണ്. ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു വാട്ടർ ബോഡീസ് ദാറ്റ് ആർ ലോ ഇൻ ന്യൂട്രിയൻസ് such as nitrogen and phosphorus and have a low biological productivity. ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ് ഒലിഗോട്രോഫിക് വാട്ടർ ബോഡി എന്നുള്ളത്. നോടി പറയാം, ലോ ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവായിട്ടുള്ള. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നൈട്രജനും ഫോസ്ഫറസും ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. നൈട്രജൻ ആൻഡ് ഫോസ്ഫറസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും കണ്ടന്റ് വളരെ കുറഞ്ഞിട്ടുള്ള വാട്ടർ ബോഡിക്ക് പറയുന്ന പേരാണ് ഒലിഗോട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് ലോ ഇൻ ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ലോ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി, അവിടെയുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ന്യൂട്രിയൻസിന്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ അവിടെയുള്ള ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആൾസോ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദേ ടിപ്പിക്കലി ഹാവ് ക്ലിയർ വാട്ടർ, ഹൈ ഓക്സിജൻ ലെവൽസ് ആൻഡ് സപ്പോർട്ട് ലിമിറ്റഡ് പ്ലാന്റ് ആൽഗൽ ഗ്രോത്ത്. സോ ഇങ്ങനെയുള്ള ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് ക്ലിയർ വാട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഓക്സിജൻ ലെവലിന്റെ അളവ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റഡ് പ്ലാന്റ് ആൽഗൽ ഗ്രോത്ത് എന്നുള്ളതായിരിക്കും. കാരണം അവിടെ ന്യൂട്രിയൻസിന്റെ അളവ് കുറവായതുകൊണ്ട് അവിടെയുള്ള പ്ലാന്റ്സിന്റെയും ആൽഗൽസിന്റെയും ഒക്കെ ഗ്രോത്ത് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒലിഗോട്രോഫിക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ഒന്നാണ് മീസോട്രോഫിക് വാട്ടർ ബോഡി എന്നുള്ളത്. മീസോട്രോഫിക് എന്നുള്ളതാണ് അടുത്തൊരു ടൈം എന്ന് പറയുന്നത്. മീസോട്രോഫിക് എന്നുള്ളതാണ്. മീസോട്രോഫിക് എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജ് ബിറ്റ്വീൻ ഒലിഗോട്രോഫിക് ആൻഡ് യൂട്രോഫിക് എന്നുള്ളതാണ്. യൂട്രോഫിക്കിന്റെയും ഒലിഗോട്രോഫിക്കിന്റെയും ഇടയിലുള്ള ആ ഒരു മിഡിൽ സ്റ്റേജ് ആണ് മീസോട്രോഫിക് എന്നുള്ളത്. സോ അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യൂട്രോഫിക് എന്നുള്ളതാണ്. സോ അതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, യൂട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. യൂട്രോഫിക് എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ലീഡിങ് ടു ഹൈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള, ന്യൂട്രിയൻസിന്റെ അളവ് ഏറ്റവും കൂടിയിട്ടുള്ള ഒരു വാട്ടർ ബോഡിക്ക് നമ്മൾ പറയുന്ന പേരാണ് യൂട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. സോ അറിഞ്ഞിരിക്കുക എന്താണ് യൂട്രോഫിക് എന്നുള്ളത്, അതുപോലെ എന്താണ് മീസോട്രോഫിക് എന്നുള്ളത്, അതുപോലെ എന്താണ് ഒലിഗോട്രോഫിക് എന്നുള്ളത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് ന്യൂട്രിയൻസിന്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള വാട്ടർ ബോഡിയാണ് ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെരി ലോ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ യൂട്രോഫിക് എന്ന് പറയുന്നത് ഹൈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ റിച്ച് ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ ഹൈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ് യൂട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. സോ ഇതിന്റെ രണ്ടിന്റെയും മിഡിലിൽ വരുന്ന ടൈപ്പ് വാട്ടർ ബോഡീസ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രിയൻസിന്റെ അളവ് ഒരു മിഡിൽ സ്റ്റേജിൽ വരുന്നതാണ് മീസോട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. സോ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാട്ടർ ബോഡീസ് ഓൺ ദ ബേസ് ഓഫ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്. ആ ഒരു വാട്ടർ ബോഡീസിൽ എത്രത്തോളം ന്യൂട്രിയൻസ് അവൈലബിൾ ആണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, വെരി ന്യൂട്രിയൻ പുവർ ആയിട്ടുള്ള ഹൈ ഡിസോൾഡ് ഓക്സിജൻ ആൻഡ് ലോ BOD എന്നുള്ളതാണ്. എന്താണ് ഡിസോൾഡ് ഓക്സിജൻ, എന്താണ് BOD എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒലിഗോട്രോഫിക് എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് വളരെ കുറഞ്ഞിട്ടുള്ള
ഡിസോൾഡ് ഓക്സിജൻ അല്ലെങ്കിൽ DO വളരെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വളരെ കുറഞ്ഞിട്ടുള്ള വാട്ടർ ബോഡിയാണ് ഒലിഗോട്രോഫിക് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണിത്. നെക്സ്റ്റ് ഉള്ളതാണ് യൂട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. യൂട്രോഫിക് എന്ന് പറയുന്നത് വെരി ഹൈ ന്യൂട്രിയൻസ് ആണ്, അതുപോലെ ലോ ഓക്സിജൻ ആണ്, ഹൈ BOD ആണ്, അതുപോലെ തന്നെ ലാർജ് ഫുഡ് വെബ്സ് ഒക്കെ കാണുന്നത്, ഫിഷ് ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വാട്ടർ ബോഡിയാണ് ഈ യൂട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. ആൽഗൽ ബ്ലൂംസ് ഒക്കെ സംഭവിക്കുന്നത് ഈ ഒരു യൂട്രോഫിക് വാട്ടർ ബോഡീസിലാണ്. ദെൻ ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ സ്റ്റേജിലുള്ളതാണ് മീസോട്രോഫിക് എന്നുള്ളത്. ഈ രണ്ട് എക്സ്ട്രീമിനും ഇടയിലുള്ളതാണ് മീസോട്രോഫിക് എന്നുള്ളത്. മീസോട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും. ഇതിന്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഒലിഗോട്രോഫിക്, മീസോട്രോഫിക് ആൻഡ് യൂട്രോഫിക് എന്നുള്ളത്. ഈ ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ബോഡീസ് ഓൺ ദ ബേസ്ഡ് ഓഫ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ളത്. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ വാട്ടർ ബോഡി ബിക്കം എക്സ്ട്രീംലി ലോ ഇൻ ന്യൂട്രിയൻറ്റ് കണ്ടന്റ്, ന്യൂട്രിയൻറ്റ് കണ്ടന്റ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വാട്ടർ ബോഡിയുടെ പേര് എന്നുള്ളത്. ന്യൂട്രിയൻസിന്റെ അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? യെസ്, ഒലിഗോട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ള. ഒലിഗോട്രോഫിക് പറയുന്ന വാട്ടർ ബോഡീസ് ആണ് ലോ ഇൻ ന്യൂട്രിയൻ കണ്ടന്റ്. ന്യൂട്രിയൻ കണ്ടന്റ് വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ ആ വാട്ടർ ബോഡീസിന് നമ്മൾ പറയുന്ന പേരാണ് ഒലിഗോട്രോഫിക് വാട്ടർ ബോഡീസ് എന്നുള്ളത്. സോ ഈ ഒരു ഏരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് എലമെന്റ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യൂട്രോഫിക്കേഷൻ പ്രോസസ്സ്? യൂട്രോഫിക്കേഷൻ പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂട്രോഫിക്കേഷൻ പ്രോസസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണെന്നുള്ളത്. സോ എന്താണ് യൂട്രോഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. യൂട്രോഫിക് എന്താണ്, ഒലിഗോട്രോഫിക് എന്താണ്, മീസോട്രോഫിക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് കാൽഷ്യം, മഗ്നീഷ്യം, ദെൻ നൈട്രജൻ, ഫോസ്ഫറസ്, ദെൻ നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ, കോപ്പർ. ഇങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്നാലും എന്തായിരിക്കും ആൻസർ? എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് യൂട്രോഫിക്കേഷൻ പ്രോസസ്സിലേക്ക്? യെസ്, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് എന്നുള്ളതാണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂട്രിയൻസിന്റെ അളവ് കൂടുക എന്നുള്ളതാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് എന്നുള്ള ഈ 2 എലമെന്റ്സ് ആണ് യൂട്രോഫിക്കേഷൻ എന്നുള്ള ഈ പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് എന്നുള്ളത്. സോ എന്താണ് യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ഒലിഗോട്രോഫിക് ലേക്ക്, മീസോട്രോഫിക് ലേക്ക് എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഏരിയയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.